അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നിന്റെ കൂടെ എൻ്റെ മോന് ഒന്നുകൂടെ വന്നിട്ടുണ്ട്. പലരും ചോദിച്ചിരുന്നു ടൊട്ടൊട്ടോ കഥ പറയുന്ന ആളെവിടെ എന്നുള്ളത്. എൻ്റെ കഥക്ക് ഇവർ പേരിട്ടുണ്ട് ടൊട്ടൊട്ടോ കഥ. ഇന്നെന്തെങ്കിലും കഥ ഉണ്ടാ? എന്ത് കഥ? വേറെ കഥ. ഇൻഷാ അല്ലാഹ് പിന്നെ വേറെ എന്തോ ഒരു കഥ എനിക്ക് പറയാണ്ട്. അതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ ഒരു തംബ്ലൈന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. നമുക്കൊരാളോടുള്ള വിയോജിപ്പ് ഇത്ര ക്രൂരമായിട്ട് ആനന്ദത്തോടെ ആഘോഷിക്കണത് കണ്ടപ്പോൾ ഒരു വിയോജിപ്പാണ്. സംഗതി ഇതാണ്, മഹനാസും കുടുംബവും ഹിന്ദുമതത്തിലേക്ക് എന്നുള്ളതാണ് ആ ടൈറ്റിലുള്ളത്. അപ്പോൾ മഹനാസിന്റെ രണ്ടാമത്തെ ഒരു വിവാഹം സഫയുമായി വിവാഹം കഴിച്ച ഒരു സെപ്പറേറ്റഡ് ആയിരുന്നു. അത് അവനെന്തോ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല. നമ്മൾ അതിൻ്റെ ഒരു വിവാദങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയിലും ഈ വിഷയമാണ് പറയുന്നത്. ഈ ഒരു സഫ എന്ന് പറയുന്ന ഇവന്റെ രണ്ടാമത്തെ വൈഫ് എന്നെ മഹനു മർദ്ദിച്ചു എന്നൊന്നും ആരോടും വെളിപ്പെടുത്തിയതായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ വേറെ ആരൊക്കെയോ പറഞ്ഞു യൂട്യൂബ് ചാനൽ ഇങ്ങനെ വന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. അപ്പോൾ ആ വിഷയം തന്നെയാണ് ഈ ചാനലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ പേരിൽ മെഹനാസും കുടുംബവും ഹിന്ദുമതത്തിലേക്കാണ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ട് അതുണ്ടാക്കുന്നൊരു ഡാമേജ് ആലോചിച്ചു. ഇതൊക്കെ ഒരു മനുഷ്യൻ കേൾക്കൂലേ? മെഹനാസ് ആണെങ്കിലും മറ്റാരാണെങ്കിലും പോലെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. എന്തിനാണ് അവരുടെ സ്വകാര്യ ലൈഫിനെ ഇത്തരം താറടിച്ച് കാണിക്കണേ? അവന്റെ ഫാമിലി ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. അവന്റെ ഭാര്യ റിഫ മുൻപ് ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു. അതൊരു ആത്മഹത്യയാണെന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. റീപോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും അങ്ങനെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ വളരെ വലിയൊരു വിഭാഗം ആളുകളും ഇപ്പോഴും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അത് അവർ ആ റിഫയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷേ അതിന്റെ പേരിൽ ഇവന്റെ ഒരു കുടുംബം ഹിന്ദുമതത്തിലേക്കാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് പച്ചക്കൊരു ഹെഡിങ് കൊടുത്തിട്ട് വീഡിയോ ഇടുക. ഞാൻ വളരെ ഷോക്കിംഗ് ആയിട്ട്, കാരണം അങ്ങനെ എവിടെയും കേൾക്കാത്തൊരു കാര്യം ഞാൻ ആ വീഡിയോയിൽ കണ്ടപ്പോൾ മഹനാസ് എന്ന പേരിൽ ഒരു യുവതി ഇസ്ലാമത്തിലേക്ക് വരുന്നു എന്നുള്ള ഏതോ ഒരു ഹിന്ദു പ്രൊട്ടസ്റ്റിന്റെ ഗ്രൂപ്പിൽ വന്നൊരു വാർത്തയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഹെഡിങ് ഒക്കെ രണ്ട് സബ്ജക്റ്റ് ഹെഡിങ്ങിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് വിഷയവും ടൈറ്റിൽ കൊടുക്കലുണ്ട്. പക്ഷെ ഇത് മെഹനാസിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് മഹനാസ് അവന്റെ സഫ എന്ന് പറയുന്ന രണ്ടാം ഭാര്യ മർദ്ദിച്ചു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ആരോപണം ഏറ്റുപിടിച്ചിട്ട് അതിന്റെ കൂടെ സബ് ഹെഡിങ് ആയിട്ട് മെഹനാസിന്റെ കുടുംബവും ഹിന്ദുമതത്തിലേക്കാണ് എന്ന് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇത് അനുഭവിക്കുന്ന ഒരാൾ ട്രോമ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വീഡിയോ കാരണം ഒരാളെ വേദനിപ്പിക്കുക, ഒരാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക, ഒരാളെ ലഹരിയിലേക്ക് തള്ളിവിടുക, എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? ഇനിയിപ്പോൾ ആരെങ്കിലും വിചാരിക്കും ഞാൻ പവന്റെ അറിയില്ല, എനിക്ക് ഈ മെഹനാസിനെ അറിയില്ല, എനിക്ക് മെഹനാസ് എന്നോട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ല, ഒരു തരത്തിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇത് കാണിച്ച് ക്രൂരത കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾ, എനിക്കറിയാം ഈ വിസാൽ മീഡിയ കാണുന്ന ആളുകളൊക്കെ ഒരു നല്ല മനുഷ്യരായിരിക്കും നല്ലൊരു പങ്കും. നമ്മളൊരാളെ അകാരണമായിട്ട് വേട്ടയാടാൻ അതിന് വിസാൽ മീഡിയ നിൽക്കൂല. ഈ രീതിയിലൊക്കെ ഉള്ള ചില ചാനലുകളുടെ ആഘോഷം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയത് വിയോജിപ്പ് അതൊരു വലിയ വിഷമകരമായി എന്നുള്ളതാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് ക്രൂരമായിട്ട് ആക്രമിക്കാനുള്ള നിയമങ്ങളൊന്നുമില്ല. നമുക്ക് വിയോജിപ്പുള്ള ആളുകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കണം. അത് തന്നെയാണ് മാന്യത. നമുക്ക് വിയോജിപ്പുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാം, നമ്മുടെ നീരസം പ്രകടിപ്പിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു മാന്യത കൂടി വേണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നിന്റെ മോൻക്ക് അമീർ സുൽത്താൻക്ക് എന്തൊക്കെ ഒരു കഥ പറയണ്ട? എന്താ പറയാനുള്ള കഥ എന്താണെന്ന് പറഞ്ഞ സത്യം പറ. ഈ കഥ നിലജി മുമ്പും പറഞ്ഞിരുന്നേ അല്ലേ? വീട്ടിൽ പോയിട്ടാ ഒരു കുരങ്ങുണ്ടായിരുന്നു. എന്നിട്ടല്ലേ ആ ബേട്ടി ഫ്രണ്ട് നട്ടിട്ടാ ബേട്ടിരി നട്ടിട്ട് ഒറ്റ കളക്കള കൊണ്ടുപോയി. ആ കളങ്ങനെ വാച്ചൊക്കെ കെട്ടിയേക്കണ്. ഒന്ന് കാണിച്ചു കൊടുത്ത വാച്ച്. ഇത് ആരെന്ന് വാച്ച? മാമന്. ഓൻകോന്റെ മാമൻ ഗൾഫിൽ നിന്ന് കൊടുത്ത ലേറ്റ് എത്തൂല. അത് കേടെടുത്തിരിക്കണല്ലേ? കൊടുത്തിട്ട് 2 ഈ വാച്ചിനെ കൊള്ളിത്തല്ല. കഥ കണ്ടിന്യൂ ചെയ്യും. കഥ പറയും ബാക്കി. അപ്പൊ ഇങ്ങനെ പോയി അങ്ങനെ പോയി കൊളത്തിക്കൊട്ട വെച്ചിട്ടുണ്ട്. അതില് തെപ്പിന് തല കുത്തിട്ടാ. അപ്പൊ തെപ്പ് കുട്ടി അങ്ങോട്ട് നോക്കിട്ട് പറയേ. അപ്പൊ അവര് എന്താണ് അയ്യോ ആക്കാണ് കൊണ്ടുപോയി ഒപ്പച്ചക്ക് കൊണ്ടേ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി. അപ്പൊ അല്ലേ ഓട്ടം പോക്കെടുത്തിട്ടാ. അപ്പൊ അല്ലേ അങ്ങനെ പൊമ്പിച്ച് പോവട്ടാ. പോക്കെടുത്തിട്ട് പിടിച്ചിരുന്നിട്ട് അങ്ങനെ ഒറ്റ ചാട്ടടി അങ്ങനെ
എഴുത്തിക്കണേ ഇജ്ജ് കൊരങ്ങനെ കണ്ടിക്കണാ ആ എവിടുന്ന്? അതിന് ആ എന്റെ ഫോണിൽ നിന്ന് കൊരങ്ങനെ കണ്ടിക്കണ. അപ്പൊ ഇത് എന്റെ മൂന്നാമത്തെ കുട്ടി, ഇവനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആ ഇവന്റെ കഥ കംപ്ലീറ്റ് ആക്കില്ല, കഥ പറയും. ഇവനാളും അവൾ കൂടെ അപ്പൊ മുടി വെച്ച് കുറങ്ങില്ലാണ്ട് അങ്ങോട്ട് നോക്കിട്ട് പറയും. അപ്പൊ അവള് എന്താ ചെയ്യാ കൊട്ടക്കുട്ടാ വന്നു ടോട്ടോ ഇല്ല കഥയില് ഉണ്ട്. തോട്ടം വന്നിട്ട് അവൾ കൂടി നടന്ന് പിടിച്ചുവിട്ടിട്ടാ ഒന്നായി. അപ്പൊ അവൾ കൂടി നടന്ന് പോവാട് പേടിച്ച് അവിടെ അപ്പൊ അവിടെ വീടിന്റെ ഉള്ളിക്ക് ചാടി. അയാള് കണ്ടി ഓട്ടം കണ്ടു മൂന്നെണ്ണായി. അപ്പൊ അവിടെ ദഹിച്ചിട്ട് ഒട്ട പേടിച്ചങ്ങോട്ട് ഓടി. അത് അച്ഛനട്ടാ തിന്നുമ്പോ ആ പ്രേതാണ്. പ്രേതം ഉണ്ടാ കഥയില്? ആ എവിടുന്നൊക്കെ ഉണ്ട് എനിക്ക് കിട്ടണത്? ഇതൊക്കെ എവിടുന്ന് ആര് പറഞ്ഞ കഥ? ലിയാത്ത പറഞ്ഞെടുത്ത കഥയാണ്. അപ്പൊ കഥ അവസാനിച്ചില്ലേ? കഥ കഴിഞ്ഞു പറഞ്ഞാളെ. ഇവന് രാത്രിന്റെ കൂടെ കേൾക്കും. അങ്ങനെ കഥ പറയാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാ മക്കൾക്കും വാപ്പാരുമാരും കഥ കൊടുക്കല്ലേ, ഇവൻ നേരെ തിരിച്ചാണ്. ഇവൻ കെടുക്കാൻ നേരത്തെ ഇക്കാണ് കഥ പറഞ്ഞു തരാം. ഞാനാണെങ്കിൽ കെടുന്ന പാട് കിടന്നുറങ്ങും. ഞാനൊരു 10 മണിയാകുമ്പോൾ കിടക്കും. അപ്പം എൻ്റെ കൂടെ കിടക്കും. ഇവൻ്റെ കഥ കേട്ട് ഞാൻ മൂളിയില്ലെങ്കിൽ ഇവൻ അപ്പം കിടന്ന് കരയും. ഇവൻ്റെ കഥ തീരൂല. ഇതിങ്ങനെ തീരാത്ത കഥ ഞാൻ കേൾക്കണം, മൂളണം. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഈ പ്രായ മക്കൾ ഇങ്ങോട്ട് കഥ പറഞ്ഞു തരാണ്? സാധാരണ മക്കൾക്ക് അങ്ങോട്ടാണ് കഥ കേൾക്കണ്ടേ. ഇനിയും കഥ ഉണ്ടാ? എന്നാ ബാക്കി പറയൂ. അപ്പൊ പേര് കാട്ടിന്റെ അടിക്ക് പോയി ഉറങ്ങി. അപ്പൊ അല്ല കള്ളന്മാരുടെ ഉമ്മി ഉറങ്ങി. ഉറക്കത്തില്ല. അപ്പൊ തേനാടന്നെ അഴച്ചി പേദം കൊറ കഴിച്ചിട്ട് രണ്ടാളും തിന്ന് അച്ഛ അയ്യോ കള്ളപ്പാറ അവിടെ പോയി മറ്റാളും കുടിച്ച് എല്ലാരും കുടിച്ച്. അപ്പൊ അവിടെ ലൈറ്റ് ഓഫ് ആക്കി. അപ്പൊ നേരത്തെ അവസാനിപ്പിക്ക്. അപ്പല്ലേ ആ വീഡിയോ എടുത്തിട്ട് കള്ളപ്പാറ ചെറുത് ഇത്രയുള്ളൂ, ഇത്ര. അപ്പൊ കള്ളപ്പാറ വലുതുള്ളൂ ഈ വേറെ. അപ്പല്ലേ മറ്റ് വലിയ ആൾക്കാരല്ലേ അപ്പൊ അതിത്തിരി വലിച്ചിട്ടിട്ടാ ഓട്ട പോകരുത് അങ്ങനെ വായിക്കിട്ട് കഴിഞ്ഞ. അപ്പൊ അവിടെ കഴിയാത്ത കഥ എടാ, കഥ അവസാനിപ്പിക്ക് വേഗോ. പാലം കടിച്ചിട്ട് അപ്പൊ അവളോട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞാ? അസ്സലാമലൈക്കും. അപ്പോ ഇവന്റെ കഥ സാധാരണ വേഗം കഴിയൂല. എനിക്ക് പേടിയാണ്. ഇവന് ഉറങ്ങാൻ നേരത്തൊക്കെ എന്നോട് കഥ അറിഞ്ഞു തന്നിട്ടേ അവസാനം ഇവൻ തല്ലുകൂടി പോകല. എൻ്റെ ഉറക്കം ഞാൻ വേഗം കിടന്ന് ഉറങ്ങി 5 മിനിറ്റ് കൊണ്ട് എൻ്റെ ഉറക്കം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഇവൻ എൻ്റെ മൂന്നാമത്തെ ഒരു മോനാണ്. ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ ഒരു ആൺകുട്ടിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് കല്യാണം കഴിച്ചപ്പോൾ 2 പെൺകുട്ടികൾ വേണമെന്നാണ്. അങ്ങനെ എൻ്റെ മൂത്ത കുട്ടി പെൺകുട്ടിയെ ഞാൻ ആഗ്രഹിച്ച പോലെ. അപ്പോൾ ഞാൻ ആൾക്കൊരു പേരിട്ട് സനാ സ്തുതി, പടച്ചോൻ്റെ സ്തുതി, സനാ ഷെറിൻ എന്നാണ് ഞാൻ പേരിട്ടത്. അത് പിന്നീട് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ സനാ ഷെറിൻ എന്ന് വായിക്കും. പിന്നീട് ഞാൻ അവൾക്കൊരു 6 മാസമാവുന്ന സമയത്താണ് ഇവിടെ പലസ്തീനിലുള്ള റഷ എന്ന് പേരുള്ള ഒരു പാവം പെൺകുട്ടിയെ ഒരു ഇസ്രായേൽ പട്ടാളക്കാരൻ വെടിവെച്ച് നോക്കിയതാണ്. ആ പാവം പെൺകുട്ടി ഉച്ചക്ക് ചോറയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ വെടിയുണ്ട വേണ്ട ചോറുപാത്രത്തിലേക്ക് രക്തം വന്നൊരു സംഭവമൊക്കെയാണ്. അങ്ങനെ ഹനാൻ എന്ന പേരുള്ളൊരു കവയത്രി റഷയെക്കുറിച്ചൊരു കവിത എഴുതിയിരുന്നു. റഷ യാ ബുനൈത്തി, എൻ്റെ പ്രിയപ്പെട്ട മോളെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കവിത. ആ കവിത എൻ്റെ സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയ ഒരു സുഹൃത്ത് ഷഹീദ എന്ന് പേരുള്ളൊരു പെൺകുട്ടി. അപ്പോൾ എനിക്ക് തോന്നി ആ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. റഷ, ആ പലസ്തീനു വേണ്ടി ഷഹീദായ ആ പെൺകുട്ടി, ആ കവിത എഴുതിയ ഹനാൻ. അങ്ങനെയാണ് ഞാൻ റഷ ഹനാൻ എന്നെൻ്റെ മകൾക്ക് പേരിട്ടത്. അങ്ങനെ എൻ്റെ മകളുടെ പേര് റഷ ഹനാൻ എന്നാണോ എല്ലാ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ വിളിക്കുക സനാ ഷെറിൻ എന്നാണ്. പക്ഷേ ഒഫീഷ്യലി പേര് റഷ. അപ്പോൾ ഇന്നിപ്പോൾ 4 ദിവസം മുൻപ് ഇതുപോലെ ഒരു റഷ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ ഇസ്രായേൽ സൈന്യം കൊന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ച് അവിടുത്തെ ഒരു പലസ്തീനിലുള്ള പല പെൺകുട്ടികളുടെയും പേരുകളൊന്നാണ് റഷ. റഷ എന്ന് പറഞ്ഞ അർത്ഥം റിസീവ് ചെയ്യുക, സ്വീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ഹനാൻ എന്ന് പറഞ്ഞാൽ വാത്സല്യം, ഒരു പിതാവിന് മക്കളോട് തോന്നുന്നൊരു വാത്സല്യം ഹനാൻ എന്ന് പറയാം.
പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു മോള് ലിയ ഹനാൻ, അതിനൊക്കെ വേറെ കഥ ഉണ്ട്, ഞാൻ വേറെ പറയാം. ഇതെന്ത് കാണിക്കുന്നത്, നമ്മുടെ വീഡിയോ കൊണ്ടൊരാളെ മറ്റൊരാളെ കമന്റ് കൊണ്ടോ വീഡിയോ കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സലാം പറയും. അസ്സലാമു അലൈക്കും.